നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം തുടരുമ്പോഴും പ്രവാസ ലോകം വളരെ സജീവമാകുകയാണ്. കോവിഡ് മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇളവുകൾ നൽകുന്നത്. ഒപ്പം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ നിർദ്ദേശങ്ങളിൽ അയവ് വരുത്തുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. വിസ ചട്ടങ്ങളിലടക്കം അയവ് വരുത്തി ഇളവുകൾ നൽകി തുടങ്ങിയതിനാൽ തന്നെ പ്രവാസികൾ തിരിച്ചെത്തി തുടങ്ങി. എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്ന യാത്രാവിലക്ക് നീക്കാനാവില്ലെന്ന സൂചനകളാണ് കുവൈറ്റ് നിലവിൽ ആവർത്തിച്ചു വരുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ പരാജയപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് പ്രവാസികൾക്ക് നൽകുന്ന ആഘാതം ചെറുതൊന്നുമല്ല. കോവിഡ് വാക്സിൻ ലഭ്യമായ ശേഷം മാത്രമാകും രാജ്യത്ത് ഇളവുകൾ നൽകുകയെന്ന് മന്ത്രിസഭ തീരുമാനിച്ചു. നിയന്ത്രണങ്ങൾ 5 ഘട്ടങ്ങൾ മുഖേന നീക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമായ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ തുടരുമെന്ന നിലപാട് സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോവിഡ് വാക്സിൻ ലഭ്യമായ ശേഷം വിവാഹം, സമ്മേളനങ്ങൾ, പൊതുപരിപാടികൾ, പ്രദർശനങ്ങൾ, നാടക, തിയേറ്റർ എന്നിവിടങ്ങളിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ അനുമതി നൽകാമെന്ന നിഗമനത്തിലാണ് സർക്കാർ ഉള്ളത്. സർക്കാർ ഓഫീസുകളിലെ നിലവിലെ നിയന്ത്രണങ്ങൾ തുടരുക തന്നെ ചെയ്യും. മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്നതാണ് കുവൈറ്റിന്റെ തീരുമാനം. നേരിട്ടുള്ള യാത്രാവിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിൽ 14 ദിവസം കഴിഞ്ഞ ശേഷമാണ് പ്രവാസികളടക്കമുള്ളവർ കുവൈറ്റിലേക്ക് എത്തിച്ചേരുന്നത്. 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം കുവൈറ്റിലേക്ക് എത്തുന്നതോടെ ഭീമമായ തുകയാണ് നഷ്ടമാകുന്നത്. കുവൈറ്റിലേക്കുള്ള യാത്രയ്ക്കായി യാത്രക്കാർ ദുബായ് തിരഞ്ഞെടുത്തതോടെ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുകയും ചെയ്തു. ഇതുമാത്രമല്ല, കോവിഡ് കേസുകൾ ഉയർന്ന തോതിലുള്ള രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയാണ് കുവൈറ്റ് നേരിട്ടുള്ള യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ആഗോളതലത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചതിനോടൊപ്പം തന്നെ പ്രാദേശികമായി പഠനം നടത്തുകയും ഇതിനുശേഷം വിലക്കേർപ്പെടുത്തിയതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഇന്ത്യ, കൊളംബിയ, അർമീനിയ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഇന്തോനേഷ്യ, ചിലി, ഇറ്റലി, വടക്കൻ മാസിഡോണിയ, മോണ്ടിനെഗ്രോ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ചൈന, സ്പെയിൻ, ഇറാഖ്, മെക്സിക്കോ, ലെബനാൻ, ഹോങ്കോങ്, സെർബിയ, ഇറാൻ, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, ഈജിപ്ത്, പാനമ, പെറു, മാൽഡോവ, അഫ്ഗാനിസ്ഥാൻ, യമൻ, ഫ്രാൻസ്, അർജന്റീന എന്നീ രാജ്യങ്ങൾക്കാണ് കുവൈറ്റിലേക്ക് നേരിട്ട് വരുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. യാത്രാവിലക്കും നീക്കുന്നതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനികൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിൽ കഴിയണമെന്ന വ്യവസ്ഥയോടെ യാത്രക്കാരെ രാജ്യത്ത് എത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യമാണ് വിമാന കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിലെത്തുന്നവർ സ്വന്തം ചെലവിൽ ക്വാറന്റൈനിൽ കഴിയണമെന്ന നിർദ്ദേശത്തിലാകണം രാജ്യത്ത് എത്താനെന്ന നിർദ്ദേശവും വിമാന കമ്പനികൾ പങ്കുവയ്ക്കുകയാണ്. മാത്രമല്ല, ഈ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി വിമാന കമ്പനികൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ സർക്കാർ പഠിക്കുകയാണ്. യാത്രാവിലക്ക് നീക്കണമെന്ന ആവശ്യം വിമാന കമ്പനികൾ കഴിഞ്ഞ മാസം മുന്നോട്ട് വച്ചിരുന്നു. എങ്കിലും ഫലം ഉണ്ടായില്ല. ഇതിനിടെ പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അസ്ബാഹ് വിവിധ വിമാന കമ്പനി മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രതീക്ഷ പകരുകയാണ്. കുവൈറ്റ് എയർവേസ് ചെയർമാൻ അലി മുഹമ്മദ് അലി ദുഖാൻ, ജസീറ എയർവേസ് മേധാവി മാർവാൻ ബുദായി, വ്യോമയാന വകുപ്പ് മേധാവി ഷൈഖ് സൽമാൻ ഹമൂദ് അസബാഹ് എന്നിവരുമായാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.